ലെറ്റ്സ് ഗോ. എടാ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗൈസ് പറ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ മിഥുനണ്ണനെ ഞാൻ എന്താക്കേണ്ടത്? ഞാൻ റിയാക്ട് ചെയ്യണോ? ഇവനെ ഞാൻ റിയാക്ട് ചെയ്യണോ? എനിക്ക് അള്ളാണെ താല്പര്യമില്ല. ഇവനെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാണ് ഈ അണ്ണാക്കൊട്ടനെല്ലാം കേറി വന്നിന് ഇവൻ എന്തിനാണ്? നോക്കട്ടെ. കാട്ടവരാതി നിന്റെ ഉപ്പ ഷെമീർ പുണ്ടച്ചി മോൻ എന്താ എന്റെ ഇനീഷ്യലാണോ തായോളി? എന്നെ വീണ്ടും മറ്റൊരു വീഡിയോയും കൂടി എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോവാണ്. സൂപ്പർ സ്റ്റാറാ നീയാ? ഇവനെ ആരാന്ന് അറിയില്ലാന്ന് തോന്നട്ടാ. സൂപ്പർ സ്റ്റാറാ. എടാ നിന്റെ മുഖം പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കടാ. നിന്റെ എലീന്റെ കുണ്ണ പോലെ നിന്റെ മുഖം. ഗോകുൽ ബ്രോ താങ്ക് യു ഫോർ ദ 29 rupees. താങ്ക് യു ബ്രോ, താങ്ക് യു. ബോഡി ഷെയ്മിങ്ങോ? എടാ ബോഡി ഷെയ്ം അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുഖമുള്ളത്. ഞാൻ ബോഡി ഷെയ്ം ചെയ്യുന്നല്ല ഇതിനണ്ട. നീ ഒന്ന് കണ്ണാടി പോയിട്ട് നോക്ക്. കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുകളിൽ നീ മനസ്സിലാക്കി. ഞാൻ നിന്നെ കുറ്റം പറയുന്നയോ നിന്റെ ബോഡി ഷെയിം ചെയ്യുന്നയോ അല്ല. നിന്റെ മുഖം അങ്ങനെയാ, നിന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. അതിന് നീ നിന്റെ തന്തനോട് ചോദിക്ക്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ കൊരങ്ങനെ മറ്റേ പണിയിട്ടാന്ന് തോന്നി നിന്നെ ഉണ്ടാക്കിന് മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല ബോഡി ഷെയിം എന്ന്. ഈ കൊരങ്ങന്റെ ചുണ്ണി പോലത്തെ നിന്റെ മുഖം കണ്ടാക്ക് അങ്ങനെ പറയാൻ തോന്നോ? അതിന് നീ എന്നെ കുറ്റം പറഞ്ഞെന്താ കാര്യോ? പറഞ്ഞാ കൂടിപ്പോവും മറ്റവൻ. അങ്ങനെയാണ് നിന്റെതെന്താ പറഞ്ഞാല് വവ്വാന്റെ കുടം പോലെ ഉണ്ട് നിന്റെ മുഖം പറഞ്ഞാല്. ഓക്കെ, നീ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. പകരത്തിന് വരും ചോദിക്ക് വരാം കേട്ടോ. കേട്ടറാ പുണ്ടച്ചി മോനെ. നീ ഇനീഷ്യലാണോടാ തായോളി എന്റെ? എന്നാ മിഥുൻ തായോളി നീ പറ. മിഥുൻ തായോളി ബാക്കി പറഞ്ഞാട്ടെ. നോക്കാരാ മിഥുൻ തായോളിക്ക് എന്തെല്ലോ എൻ്റെ അടുത്ത് പറയാനുണ്ട്. നമുക്ക് നോക്കാരാ മിഥുൻ തായോളി പറഞ്ഞാട്ടെ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ് ഇവൻ. ഈ മിഥുൻ കുണ്ടൻ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ്. ഇവനെ ആരും ഹെയ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇവന് ഇഷ്ടാന്നേ. നീ പിന്നെ നന്മയുടെ നിറകൂടമാണല്ലടാ പട്ടിയവരാതി. എന്താ പറഞ്ഞാല് ഞാൻ അങ്ങനെ ഒരാളെയും ചൊറിയാറില്ല. നിന്നെപ്പോലെ നീ ചൊറിയാറില്ല. കാരണം എന്താ? താങ്ക് യു. ആരാ? സൈഫർ താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് നമ്മളെ സൈഫറാണോ? സൈഫറെ താങ്ക് യു ബ്രോ, താങ്ക് യു. ഇങ്ങോട്ട് വന്നാ നിന്റെ ചെള്ള അടിച്ച് ഞാൻ എവിടെ വരണത് മോനെ? നീ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ IRL ഇട്ടിട്ട് പോവാം. ഈ മിഥുൻ അണ്ണന്റെ ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞാട്ടെ. ഇവന്റെ വീട്ടിന്റെ അടുത്താൻ പറ്റുള്ള. ഇവന്റെ വീട്ടിന്റെ അടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം അവർ എന്തായാലും ആ വീട് വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ എന്തായാലും സ്ഥലത്തിന് വില ഇടിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അബദ്ധവശാൽ ഇവന്റെ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ ഞാൻ IRL ഇട്ടിട്ട് ഈ പുണ്ടച്ചി കൊരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുഖമുള്ള ഈ മിഥുൻ കുണ്ടന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, മനസ്സിലായോ? മോഹൻലാല് മമ്മൂട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീയാണല്ലോ ആ യൂണിവേഴ്സിലായിരിക്കും. ആദ്യം കോൾ എടുക്കടാ പന്ന പുറി മോനെ. എന്നിട്ട് നീ എൻ്റെ അടുത്ത് കൊണക്ക് കേട്ടാ. നീ ജീവിക്കുന്നല്ലേ? ആ പാടാ അടിക്കടാ പൊലയാടി മോനെ. ഞാൻ അവരെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. നാളത്തെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എനിക്ക് നല്ല ബോധമുണ്ട്. മോനെ ഇവന് കുറച്ച് ബുദ്ധിയില്ലടാ. ഇവനെന്താ ഈ പറയുന്നത്? മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെ കൂടെ ഉള്ളതാന്ന് പോലും ഈ കൊരങ്ങന്റെ കുണ്ണ പോലെ മുഖമുള്ള ഈ പൂറൻ ഇവൻ പറയുന്നത്. ഞാൻ അവരുടെ കൂടെ ഉള്ളതെന്ന് നാളെ ഇവൻ സൂപ്പർ സ്റ്റാർ ആവൂലും. ഇവന് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഇത് പറയാൻ വേണ്ടിട്ട് ഇവൻ സൂപ്പർ സ്റ്റാർ ആന്ന്. നിന്നെ ആറാട്ടണ്ണന്റെ AJPന്റെയും ഇതിൽ പോലും ഇടാൻ പറ്റൂല. നിന്നെ പലരെയും സൈക്കോന്റെ യൂണിവേഴ്സിൽ ഇടേണ്ടി വരും. അമ്മാതിരി ഒരു പുണ്ടച്ചി മോനെ. സത്യം പറഞ്ഞാൽ എന്റെ വീടി നോക്ക്, എനിക്ക് ചൊറിഞ്ഞ് വരുന്ന ഇവിടെ ചൊള്ളക്ക് അടിക്കണം. നീ ചൊറിയാൻ പാടാ മൈര. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ വീട്ടിലേക്ക് IRL ഇട്ടിട്ട് വരാം. നീ വിജയണ്ണനെ നീ പറഞ്ഞപ്പോ വിജയ അണ്ണന്റെ കുണ്ണ നീ ഇതുവരായിട്ട് ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാള് വിട്. അയാൾക്കെന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്കെന്നെ അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നും ഇതിന് കുണ്ണ അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയല്ലോ. ഒന്നാമത് നിന്റെ ബായി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പല്ല് തട്ടുന്ന ബായിയാണ്. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അയാളെ തയനിട്ടുണ്ടാവൂടാ. തൊലിയെല്ലാം തയന് പോയിട്ടുണ്ടാവും. നീ എത്ര കാലായി അയാളെ കുണ്ണെടുത്ത് ഇങ്ങനെ ബായിലിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്. നിനക്ക് നാണവും മാനും ഇല്ലേ? മതിയാക്കി കൊടടാ കുണ്ണെ. കളി മാറുന്ന പറഞ്ഞ ഒരു 1.5 കളി മാറും. നീ നിന്റെ നെഞ്ചത്ത് ഞാൻ ഡഫമുട്ട് മുട്ടടാ. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെയും വിജയണ്ണനെയും കുറിച്ച് ഇനി അപവാദം പറഞ്ഞ നിന്റെ
എടാ മൈര, നിന്നെ ഞാൻ പറയും, നീ വിജയ അണ്ണന്റെ പേര് നീ ഇതിൽ എടുത്തിടല്ല. അതായത് ഇവൻ എന്തിനാ വിജയ അണ്ണന്റെ പേര് ഇതിൽ എടുത്തിടുന്നൊക്കെ മനസ്സിലാകുന്നില്ല. ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്ന എന്താ അറിയും, ഇവനും വിജയ അണ്ണനും ഒരേപോലെയുള്ള ആളാന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയ അണ്ണനും ഒരേ തലത്തിലുള്ള ആളാന്നാണ് ഈ പൊട്ട ചിന്തിക്കുന്നത്. ഇവനെന്താ ബുദ്ധിയില്ലേ? നീ നിന്റെ മുഖം നോക്കടാ, നീ ആരാന്നൊന്ന് ആലോചിച്ച് നോക്കടാ. കൊരങ്ങന്റെ കുണ്ണയും വെച്ച് നടക്കും. ഫാമിലി പോയിക്കോ. ഞാൻ ഇന്ന് അപരാധം സ്ട്രീമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫാമിലി എല്ലാം വരുന്നുണ്ടൊക്കെ പോയിക്കോ മക്കളെ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതല്ല, നിങ്ങൾ വിട്ടോ. ഓക്കെ, ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ലൈവായത്. അതുകൊണ്ട് എനിക്ക് ഇത് ആരെയും ബോധിപ്പിക്കണം എന്നില്ല. ഇത് എല്ലാം ആവണോ ഡബ്ല്യൂ ആവണോ എനിക്ക് അങ്ങനെ ഒരു മൈരുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. കാണേണ്ടവന്മാർ കണ്ട് നിന്നാൽ മതി, എല്ലാത്തവന്മാർ പോയിക്കോ. ഓക്കെ, ഫാമിലിനെ ആയിട്ട് ചന്ദ്രമയോ എന്നല്ല ഇവിടെ നടക്കുന്നു ഫാമിലി വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാലോ, നിങ്ങൾ വല്ല ചന്ദ്രമയ പരസ്പരോ ഇപ്പം ഏതാ പുതിയതെന്നൊക്കെ അറിയില്ല, അതെങ്ങാനും പോയിട്ട് കണ്ടോ. ഓക്കെ, കഴിഞ്ഞ ഈ പന്ന പൊലയാടി മോൻ്റെത്. ഇതാരാന്ന്? ഇയാളാ? ഇത് ജാസിയല്ലേ? ജാസിയാടാ നമ്മളെ അടുത്ത് വരുന്നതിന് മുമ്പ് ശരിക്കും കുണ്ടനാട്ടോ ഇവൻ ശരിക്കും കുണ്ടനാന്ന് എനിക്ക് തോന്നുന്നു. ജാസി ശരിക്കും കുണ്ടനാൻ തോന്നുന്നുണ്ടാ. മീശെല്ലാം പഠിച്ച് ഇതാന്നോ നിന്നെ? അല്ല, ഒന്നുമില്ല. വേണ്ട, അത് വിട്. ഇത് നല്ല പരിപാടി കേട്ടോ, അത് നല്ല പരിപാടിയാ. അള്ളാൻ്റെ ഉമ്മാ. ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചാ? അല്ല, അനാൻഷ. അടുത്ത ആളെ പിടിച്ചിട്ടുണ്ട്, അനാൻഷാനെ പിടിച്ചിട്ടുണ്ട്. അനാൻഷാനെ പിടിച്ചിട്ടുണ്ട്. നോക്കട്ടെ അങ്ങനെ. ഓക്കെ, അനാൻഷനെ കുറിച്ച് പറയാൻ എന്നോട് കുറച്ച് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവനെ കുറിച്ച് പറയാൻ, അനാൻഷാനെ കുറിച്ച് പറയാൻ കുറെ ആൾ റെക്കമെൻഡ് ചെയ്തു. ആരാ നീ റെക്കമെൻഡ് ചെയ്തവനെ ഒന്ന് വിളിക്കോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ട് 2 ചവിട്ട് കൊടുക്കണല്ലോ ഈ നായിൻ്റെ മക്കൾക്ക്. ആരാ നീ പറയുന്നത് ഇവന്റെ അടുത്തെല്ലാം പോയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ? ഇവൻ ആരല്ലെങ്കിൽ MLA ഇവന്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്? അവൻ ക്രിഞ്ചനാണ്. ഇവൻ ആകെ പാട്ട് ചിറാപൂഞ്ചിയുള്ളത് കേട്ട് മടുത്തടേ. എന്റെ അനാൻഷ, നീ സത്യം പറഞ്ഞാല് ഒന്ന് നിർത്തി പോണം. നിനക്ക് പറ്റിയ പരിപാടിയില്ല ഈ പാട്ട്. അതൊക്കെ നമ്മളെ അനാൻഷ. മിഥുനണ്ണൻ എന്ന് പറഞ്ഞാൽ ഇവന് തന്തയില്ല കേട്ടാ. ഇവന് 2 തന്ത. അനാൻഷ ഇവന് 2 തന്തക്ക് ജനിച്ചു പോയതാണ്. ഇവൻ അറിയില്ല. അതുകൊണ്ട് ഇവൻ എന്തെല്ലോ ഇങ്ങനെ എന്തെല്ലോ ഇവൻ പറയും. അത് മൈൻഡ് ആക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇവന് ജന്മനാ ഒരു കഴിവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കഴിവില്ല. അപ്പോൾ കഴിവുള്ള ആൾക്കാരെ കുറ്റം പറയാനാണ് ഇവന്റെ മെയിൻ ഹോബി. അതുകൊണ്ട് പറയുന്നതെന്ന് ഒന്നും വിചാരിക്കരുത്. തലക്ക് കുറച്ച് രോഗമുള്ളൊരു വ്യക്തിയാണ് കേട്ടാ. ഇതൊന്നും ഇതാക്കരുത്, വിചാരിക്കരുത്. പിന്നെ ഇനിയിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരാളെ ഇവന്റെ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇവന്റെ ഇത് മാത്രമല്ല, ഞാൻ മൊത്തത്തിൽ ഞാൻ പറയുന്നത്, ഒരാളെ പൊന്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനും ഒരാളെ താത്തണം. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തിനും വേറൊരാളെ വെറുക്കണം. അതിന്റെ കാര്യം എന്താ? നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോ, മനസ്സിലായോ? നിങ്ങൾ വേറൊരാളെ വെറുത്തുകൊണ്ട് വേറൊരാളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇത് വേറൊരാളെ ഹെയ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരാളെ ഇഷ്ടപ്പെടുന്ന എന്തിനാ? നിങ്ങൾക്ക് 2 ആളെയും ഒരേപോലെ ഇഷ്ടപ്പെട്ടൂടെ? ഒരാളെ അത് ഞാൻ കണ്ടുവരുന്ന രീതി അത് എന്തിനാന്നൊക്കെ മനസ്സിലാവുന്നില്ല നിങ്ങൾ ചെയ്യുന്നത്. എന്ത് തേങ്ങയാണ് സിനിമ 8 നില പൊട്ടും. ഞാൻ സീക്രട്ട് ഏജന്റും അശ്വൻ കോക്കും ഷസാമിന്റെ ഒക്കെ റിവ്യൂ പറഞ്ഞിട്ടേ ഞാൻ പടം പോയി കാണുള്ളൂ. എനിക്ക് ഈ ക്രിഞ്ചന്റെ അഭിനയം കാണാൻ വൈകിയത്. ഇവന്റെ പാട്ടെന്നെ കേൾക്കുമ്പോ ആകെ ഒരു പാട്ടായിട്ട് അടിപൊളി ഉണ്ട്. അത് ഏതോ ഓർമ്മയും കിട്ടുന്നില്ല. പക്ഷെ കാട്ടാളന്റെ വേടം വരികയാണെങ്കിൽ സെറ്റ് ആവേന്. സത്യം പറഞ്ഞ ഇവരിപ്പോ വിജയ് അണ്ണന്റെ കുണ്ണ വിട്ടിട്ട് വേടന്റെ കുണ്ണ മൂഞ്ചാൻ വേണ്ടി നടക്കുന്നുണ്ട് തോന്നട്ടാ. കുറച്ച് അതുണ്ട് ആ സംഭവം. ഇവന് അത് അങ്ങനെ എന്തോ തോന്നിയിട്ടുണ്ട്. വിജയ് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത് ഇവൻ വായിലിടുന്ന കുണ്ണയാണ് വേടന്റെ കുണ്ണ. ഇവന് വലിയ അഭിനയിക്കാനുള്ള കഴിവുണ്ടാവില്ല. പടം 8 നില പൊട്ടും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇനി ഇവന്റെ ഫാൻസ് നിന്ന് ഇതാക്കരുത്. മലപ്പുറം ഫാൻസ് നിന്ന് ഇന്നെ തല്ലോ പ്ലീസ്. എന്താ പറയാ, ഇവൻ ആകെ താങ്ങുന്ന മലപ്പുറംകാര് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഇല്ല കേട്ടോ. നീ ഉണ്ടാവൂല. ഞങ്ങൾക്ക് ഇത് നല്ലതാണ്. ഇവന്റെ ഒക്കെ കാണുമ്പോൾ എനിക്ക് പിരാന്ത് പിടിക്കും. ഞാൻ ചീത്ത വിളിച്ചു. എനിക്ക് താല്പര്യമില്ല മുത്തൻ. ഞാൻ വേറെ എന്തെങ്കിലും കാണും. ബ്രോ, നിനക്ക് നോമ്പുണ്ടാ? ഉണ്ട്. എന്താ? ഈ വെള്ളം കുടിച്ചിട്ട് നീ നോമ്പ് മുറിച്ചാൽ നിനക്ക് 1 ലക്ഷം ഉറപ്പ് തരും. ഒക്ക 1 ലക്ഷം തരോ? 1 കോടി തന്നെങ്കിൽ നോമ്പ് ഞാൻ വിടല. എടാ പൊട്ടാ, നിനക്കൊരു കാര്യം ചെയ്താൽ മതി. ആ നോമ്പ് മുറിക്കുക. 1 ലക്ഷം ഉറുപ്പ്യ കിട്ടിയല്ലോ. 1 ലക്ഷം ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ ആ നോമ്പ് മുറിക്കുക. അടുന്ന് മുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു നോമ്പ് കടം വീട്ടി എടുത്താൽ മതി. മനസ്സിലായോ? ഒരു നോമ്പ് കടം വീട്ടി എടുത്താൽ മതി. 1 ലക്ഷം ഉറുപ്പ്യ കിട്ടുകയും ചെയ്ത്. അപ്പൊ അതല്ലേ ലാഭം പൊട്ടാ. അല്ല റവൻ പോയല്ലോ. നീ നോയിക്കോ, 1 ലക്ഷത്തിന് വേണ്ടിട്ട് ഓൻ എന്തായാലും തിരിയും. വൈ യു ഹേറ്റ്
അതങ്ങനല്ല 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 അത് മാറി അത് ഇത് മാറി അത് കഥ മാറി ഇത് മാറി അത് വേറെ സംഭവമാണ്. അത് മനസ്സിലായി. അത് എന്ന് പറഞ്ഞാൽ റൊണാൾഡോനെയും മെസ്സിനെയും ഇതിൽ പെടുത്താൻ വേണ്ടി പറ്റൂല. റൊണാൾഡോനെയും മെസ്സിനെയും ഇതിൽ പെടുത്താൻ പറ്റില്ല. ഇത് രണ്ടും വേറെ ആയിട്ടുള്ള കാര്യമാണ്. റൊണാൾഡോ മെസ്സി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. അതിനെ ഇതിൽ പെടുത്താൻ പറ്റൂല. അത് പെടുത്താൻ പറ്റൂല. പോയട്ടെ. തിരിയും അതിന്റെ മക്കൾ നീ നോയിക്കോ, എന്തായെങ്കിലും തിരിയും. ഇല്ലറാ, ഓൻക്ക് പൈസേനേക്കാളും വലുതാണ് ഓന്റെ ദീന്. സെറ്റ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവരെല്ലാം അത്രയും എന്താ പറയുക, അത്രയും ദീനിനോട് അത്രയും ഇതായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങനെ ആണെന്നില്ല.